ഹലോ അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വ്ളോഗ്സ് ഒന്നും കാണാമായിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാമേ ആയിരുന്നു. ഒരു 2 വീക്സായി എക്സാമായിട്ട്. അതുകൊണ്ടായിരുന്നു ഒരു വ്ളോഗ്സ് ഇടാൻ പറ്റിയിരുന്നില്ല. പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ തന്നെ മദ്രസ തുടങ്ങും. മദ്രസ കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് പഠിക്കണം. ഇതന്നെയായിരുന്നു ഞങ്ങൾ പണി. ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാണ്. ഇത് കഴിഞ്ഞാൽ നാളെ കമ്പ്യൂട്ടർ പർട്ടിക്കുലർ എക്സാം ഉണ്ട്. അതിന് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ഒന്ന് ചെയ്ത് പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് പാർക്കിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ പുറത്തേക്കേ ഇറങ്ങാനില്ല, ബിക്കോസ് നല്ല ചൂടാണ് ഇവിടെ. പാർക്കിലേക്ക് എവിടേക്കും ഇറങ്ങാൻ നല്ല ചൂടാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴും ചൂടാണ് ഇവിടെ. പിന്നെ ആൾക്കാർ പറയണ കേട്ടിങ്ങനെ ഈത്തപ്പഴം ഉണ്ടാകാനാണ് ഈ ചൂട് എന്നാണ്. പിന്നെ ഞാൻ ഇരിക്കുന്ന മേലുള്ള ഈത്തപ്പഴ മരത്തിൻ്റെ നിറച്ച് ഈത്തപ്പഴമാണ് അതിന്. ചിലതൊക്കെ പൊഴുത്തിക്കണു, പിന്നെ താഴത്ത് കുറച്ച് ചെറിയത് വീണിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ജൂലൈയിൽ ഞങ്ങൾ വെക്കേഷൻ തുടങ്ങും. അതുകൊണ്ടാണ് അതിന് കാത്തിരിക്കുകയാണ്. പിന്നെ വഫയാണെന്ന് ചോദിക്കണ്ട, വഫ പാർക്കിൽ വന്നാൽ തീരെ കാണൂല. സ്കേറ്റിങ്ങിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വഫനെ കാണിച്ചു തരാം. വഫ സ്കേറ്റിങ് ചെയ്യണം, കാണിച്ചു തരാം. Guys, I'm so tired. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. 2 റൗണ്ട് അടിച്ചപ്പോൾ തന്നെ നല്ല ചൂട്. ഞാൻ ആകെപ്പാട് തളർന്നു. വെള്ളം ഉണ്ടാവേണ്ടി പിന്നെ ഞാൻ ഹൈഡ്രേറ്റ് ആയി. സാധാരണ ഇവിടെ തണുപ്പ് വന്നാലും അത്രക്ക് ചൂടറിയില്ല. പക്ഷെ ഇവിടെ ചൂടൊന്നും നല്ല ചൂടാണ്. നല്ല വേർപ്പ്. 2 മിനിറ്റ് ഒന്ന് നിന്നാൽ തന്നെ വേർത്ത് പോകും. ലൈക്ക് ഞങ്ങൾ ഉച്ചക്കല്ല പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ഈവനിങ് ടൈം ആയിരിക്കണം. ഈവനിങ്ങിലാണ് ഞങ്ങൾ പറഞ്ഞത്. ലൈക്ക് നമ്മൾ ഈ ഉച്ചക്ക് നല്ല ചൂടുണ്ടാവും. ഉച്ചക്ക് ഇറങ്ങിയാൽ വിയർത്ത് വിളിക്കും. അല്ലെങ്കിൽ ഈവനിങ്ങോ രാത്രിയാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. രാത്രി പിന്നെയും കുറച്ച് കാറ്റിട്ടും. ഇവിടെ ഈവനിങ്ങിലും ഉച്ചക്കും തീരെ കാറ്റിട്ടും ചെയ്യില്ല. നല്ല ചൂടാണ് ഇവിടെ. ഇത് നോക്കുക, ഇവിടെ നിറച്ച് ട്രീസ് ഉണ്ട്. കണ്ടോ, അതാണ് മൂൺ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന എനിക്ക് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബൈ ബൈ.